വായിക്കാൻ ബുക്സ് മതി, എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ടി വി ഒന്നും ഇല്ലാത്തൊരു കാലമാണല്ലോ, അപ്പം പിന്നെ ബുക്സ് തന്നെയായിരുന്നു. പിന്നെ കളക്ഷൻ ആയിട്ട് തുടങ്ങുന്നത് നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം, വെൻ യു ഹാവ് ഗോട്ട് യുവർ ഓൺ മണി ടു സ്പെൻഡ് ആകുമ്പോഴേ എസ്പെഷ്യലി മടികൂടാണ്ട് കുറേ ബുക്സ് വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഐ തിങ്ക് ജോലി കിട്ടിയതിന് ശേഷം ഫോർ ദ പാസ്റ്റ് അബൌട്ട് 40 years അപ്പോഴാണ് ഈ ഇൻ ലാർജ് നമ്പേഴ്സ്. അതുവരെ വാങ്ങലുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വാങ്ങിത്തരും. പക്ഷെ മാസത്തിൽ 2-3 ബുക്ക് ഒക്കെ പറഞ്ഞാലും കൊല്ലത്തിൽ 36 ബുക്കല്ലേ ആവുകയുള്ളൂ. അപ്പം വലിയൊരു കളക്ഷനൊന്നും ആയിരുന്നില്ല. പിന്നെയാണ് ഇങ്ങനെ ഒരു വല്ലാണ്ട് പാഷനോട് കൂടിയോ ഒരു മാഡ്നെസ് ആയിട്ട് വാങ്ങാൻ തുടങ്ങിയത്. ഐ തിങ്ക് മോർ ദൻ 25,000 ഉണ്ടാവുകയായിരിക്കും. ഞാൻ എണ്ണൊന്നും വെക്കലില്ല, പിന്നെ ഐ കീപ്പ് ഓൺ ബൈയിങ്. ഇപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ, കംപ്ലീറ്റ്ലി പരിസരബോധം ഇല്ലാണ്ടുള്ള വായന, ദാറ്റ് വാസ് ട്രൂ ഓഫ് ഓൾമോസ്റ്റ് ഓൾ റീഡേഴ്സ് അറ്റ് ദാറ്റ് ടൈം. അതിൻ്റെ എൻ്റെ സ്പെഷ്യൽ കേസായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ബുക്ക് ഈ വായിക്കാൻ എൻകറേജ്മെൻറ്റിങ് കാട്ടിലും ദ റൈറ്റ് കൈൻഡ് ഓഫ് തിങ് വായിക്കൂ, വിച്ച് മെൻ ദറ്റ് നോവൽസ് വായിക്കേണ്ട, കോമിക്സ്, എസ്പെഷ്യലി കോമിക്സ്, ചെറുപ്പത്തിൽ കോമിക്ക് വായിക്കേണ്ട, കോമിക്ക് വായിച്ച് സമയം കളയുക എന്നുള്ള. അന്നൊക്കെ നമ്മൾ മിക്ക സ്കൂളിലും ഉണ്ടാവും, കുട്ടികൾ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ബെഞ്ചിൻ്റെ അടിയിൽ, ഡെസ്കിൻ്റെ അടിയിൽ കോമിക്ക് വെച്ച് വായിക്കുക, ടീച്ചർ അത് പിടിച്ചു കൊണ്ടുപോവുക, പിന്നാലെ പോയിട്ട് നമ്മൾ ബെഗ് ചെയ്ത് തിരിച്ചു തരാൻ, ബിക്കോസ് ഇറ്റ് മൈറ്റ് ബി സംബഡി എൽസസ് കോമിക് നമ്മൾ വാങ്ങി വായിക്കുന്നത്. ആ കൈൻഡ് ഓഫ് ഒരു കംപ്ലീറ്റ്ലി മുഴുകിയുള്ള ഒരു വായന ആ സമയത്ത് ഉണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും വന്നാലൊന്നും അറിയൂല, നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് വായിക്കുന്നുണ്ടാവും. അവർ വന്നു പോകുന്നു, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് അവരാണ് ദേ ഫീൽ ഇൻസൾട്ടഡ്, മൈൻഡ് ചെയ്തില്ല എന്നുള്ള ആ കൈൻഡ് ഓഫ് ഒരു കോൺസെൻട്രേഷനോട് കൂടെ ചെറുപ്പത്തിൽ വായിക്കുന്നു. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഇപ്പോഴത്തെ കുട്ടികൾ സ്മാർട്ട് ഫോൺ വെച്ചിരിക്കുമ്പം നമ്മളൊന്നും വിളിക്കുന്നു കേൾക്കുന്നില്ല, അങ്ങനത്തെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ. നൗ അത് പോസിബിളി കുറഞ്ഞിട്ടുണ്ട്. ആ കൈൻഡ് ഓഫ് ഒരു ഒന്നും അറിയാത്ത കൈൻഡ് ഓഫ് വായന അതൊക്കെ എന്തായാലും കുറഞ്ഞിട്ടുണ്ട്. ഓരോ പീരീഡിൽ നമുക്ക് ഈ ഓരോന്നിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് യോ ഇൻട്രസ്റ്റ് കീപ് ചേഞ്ചിങ്. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് നമ്മൾ ചെറുപ്പം മുതൽ ഇതുവരെ എനിക്ക് ഈ കൈൻഡ് ഓഫ് ബുക്സ് മാത്രം ഇൻട്രസ്റ്റ്, ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ദാറ്റ് വേ. അപ്പം ഓരോ പീരീഡിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഷെൽഫ് മുഴുവനും ഹോളിവുഡ് മൂവീസിനെ പറ്റിയിട്ടുള്ള ഷെൽഫാണ്. ബിക്കോസ് ആ കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് ഐ യൂസ് ടു ബി എ ഹോളിവുഡ് ബഫ്, എല്ലാ ഇംഗ്ലീഷ് മൂവീസും കാണുക എന്നൊക്കെ ഉള്ളത്. ലിറ്റിൽ ബിറ്റ് ലേറ്റർ എനിക്ക് പോപ്പുലർ സയൻസിൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ദിസ് ഷെൽഫ് ഇസ് കംപ്ലീറ്റ്ലി പോപ്പുലർ സയൻസ് ബുക്സ്. പിന്നെ ഒരിടയ്ക്ക് എനിക്ക് ട്രാവൽ റൈറ്റിങ്ങിനോട് ഇഷ്ടം വന്നപ്പം അത് മുഴുവൻ ട്രാവൽ റൈറ്റിങ്ങിൻ്റെ ബുക്സ്. അപ്പം ഇങ്ങനെ ഓരോ പീരീഡിൽ മാറും. പിന്നെ യൂഷ്വലി നമ്മൾ ബുക്ക് ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ബ്രൗസ് ചെയ്യുമ്പം ഈ ബ്ലേബ് വായിക്കുമ്പോഴാണ് നമുക്ക് സം ബുക്സ് സീം ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇഷ്ടമുള്ള ഏരിയനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ട്രിവിയയോ അല്ലെങ്കിൽ നമുക്ക് ആരും നോട്ടീസ് ചെയ്യാത്ത കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ കുറേ ബുക്സ് ഉണ്ടാവുമല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ്, പക്ഷേ ഒരു മെയിൻ സ്ട്രീം ജാണറിൽ പെടാത്ത കൈൻഡ് ഓഫ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളോടന്നെ ബേസിക്കലി ഇതാണ്, നമ്മൾ ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ദർ ആർ സം ബുക്സ് ദറ്റ് യു ഫൈൻഡ് ഇൻട്രസ്റ്റിംഗ്, നമുക്ക് ഇറസിസ്റ്റിബിൾ, അതെന്തായാലും വാങ്ങിയേ തീരൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അല്ലാണ്ട് ഒരു സെറ്റ് പാറ്റേൺ ഈ കൈൻഡ് ഓഫ് ബുക്സ് അങ്ങനെയൊന്നുമില്ല. ചെല്ലുമ്പം യു മൈറ്റ് ഗോ ടു ബൈ വൺ ബുക്ക്, എന്നിട്ട് അവസാനം തിരിച്ചു വരുന്ന വേറെ ഏതെങ്കിലും ബുക്സ് ആയിട്ടായിട്ടും വരിക. ഇറ്റ് ഹാപ്പൻസ്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. റീഡർ എന്ന് പറഞ്ഞാൽ നോവൽ വായിക്കുന്നവരാണ് റീഡേഴ്സ്. അതിപ്പോൾ ഏത് മേഖലയിലുള്ള ഒരാളാണെങ്കിലും, സ്പോർട്സ്മാൻ ആണെങ്കിലോ സയൻറ്റിസ്റ്റ് ആണെങ്കിലോ, എല്ലാവരും ബുക്ക് വായിക്കുക. നിങ്ങൾ ഒരു 5 ബുക്ക് വായിച്ചതിൻ്റെ പേര് പറയാം, വി എക്സ്പെക്ട് ദം ടു ഗിവ് എ ലിസ്റ്റ് ഓഫ് നോവൽസ്. അതെനിക്ക് തോന്നുന്നത് ദാറ്റ്സ് ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് ഓഫ് റീഡിങ്. ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നത് ദിസ് ഇസ് റീഡിങ്. ഒരു സയൻറ്റിസ്റ്റ് വെൻ ഹി റീഡ്സ് എ ലോട്ട് ഓഫ് ബുക്സ് ഓൺ സയൻസ്, യു ഡോണ്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് റീഡിങ്. ഇറ്റ്സ് നോട്ട് നെസസറി ടെക്സ്റ്റ് ബുക്സ് ദറ്റ് ഹി റീഡ്സ്. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റൈലിസ്റ്റ് സ്പോർട്സ് റൈറ്റിങ്ങില്ല, സ്റ്റൈൽ വെച്ച് കളിക്കുന്ന കൈൻഡ് ഓഫ് റൈറ്റേഴ്സാണ് സ്പോർട്സിൽ. ഫുഡിനെ പറ്റി എഴുതണമെങ്കിൽ നമുക്ക് നല്ല ഒരു എക്സ്റ്റെൻസീവ് വൊക്കാബുലറി വേണം, അല്ലെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് 2-3 വാക്കുകൾ വെച്ച് ഇതാക്കണം. അപ്പം ദിസ് ക്വാളിറ്റി റൈറ്റിംഗ് കമ്മിങ് ഇൻ ഓൾ ഏരിയസ്. സം പീപ്പിൾ തിങ്ക് ഈ ബുക്ക് എന്ന് വായിക്കുക എന്ന് പറയുന്ന ഒരു മൊണോട്ടണസ് കൈൻഡ് ഓഫ് ബുക്ക്, ഫുൾ നേരം ബുക്ക് വായിക്കുന്നു എന്നുള്ളത്. യു ആർ നോട്ട് റീഡിങ് ദ സെയിം ബുക്ക് ഓർ ദ സെയിം കൈൻഡ് ഓഫ് ബുക്സ് ഓൾ ദ ടൈം. ഇപ്പോൾ ഒരു ട്രാവലറിനെ ത്രൂ ഔട്ട് ദ വേൾഡ് ട്രാവൽ ചെയ്ത ആൾ, നിങ്ങൾ ഫുൾ നേരം ട്രാവൽ മാത്രമല്ലേ പറയുന്ന പോലെയേ ഉള്ളൂ.
ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ട്രാവലിംഗ്, ഹീ ഈസ് ഗോയിങ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്. എല്ലാ സ്ഥലത്തും വേറെ വേറെ എക്സ്പീരിയൻസസ് ഉള്ള പോലെ തന്നെയാണല്ലോ. ഒരു ഇൻട്രസ്റ്റ് ഉള്ള ബുക്കിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ദെൻ യു ഫൊഗെറ്റ് ദറ്റ് യു ആർ റീഡിങ് എ ബുക്ക്. ഓൾവേസ് ആ എക്സ്പീരിയൻസ് ഉള്ള 3-4 പേജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ വേൾഡിലേക്ക് കടക്കുമല്ലോ. ഞാൻ വീട് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു മുറി ബുക്സിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മുറി ഉണ്ടാക്കിയത്. അന്ന് വീട് ഉണ്ടാക്കുന്ന സമയത്ത് ആകെ 2 ഷെൽഫേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മൈ ഡ്രീം വാസ് കംപ്ലീറ്റ് വാൾ ടു വാൾ കവേർഡ് വിത്ത് ബുക്സ് എന്നുള്ളത്. ദാറ്റ് വാസ് മൈ എയിം. ഇപ്പം ബുക്സ് വെക്കാൻ സ്ഥലമില്ലാണ്ട് അകത്ത് എല്ലാം ആയിട്ടുണ്ട്. But always books will be the major. I always wanted to live in a house overflowing with books. നമ്മൾ ചെറുപ്പത്തിൽ ബുക്സ് വായിക്കുമ്പം കഥ മാത്രമാണ്. ഒരു ദിസ് തിങ് ഹാപ്പൻ ദെൻ സംതിങ് എൽസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ കഥയ്ക്ക് വേണ്ടി മാത്രമാണ് വായിക്കുക. പിന്നെ ആസ് യു ഗ്രോ അപ്പ് അത് ദാറ്റ് വിൽ നോട്ട് ബി ഇനഫ്. അപ്പം നമുക്ക് ഓരോ കൈൻഡ് ഓഫ് ലിറ്ററേച്ചർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, വെതർ, ജോഗ്രഫി ആൻഡ് വെതറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതൊക്കെ നമുക്ക് അതറിയാൻ തുടങ്ങും. അത് കാരണം തന്നെ നമുക്ക് ഈ നോവലിൽ നിന്ന് പിന്നെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് വായിക്കുക, ഹിസ്റ്ററി വായിക്കുക, ആ സൊസൈറ്റീനെ പറ്റി വായിക്കുക, അതിലേക്ക് നമ്മളെ ഇൻട്രസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഫോർ എക്സാമ്പിൾ റഷ്യൻ നോവൽസ് ഓർ സ്കാൻഡിനേവിയൻ, നോർത്തേൺ യൂറോപ്യൻ നോവൽസ് ടെൻഡ് ടു ബി വെരി ഗ്ലൂമി, വെരി ഡിപ്രസിങ്. Somebody like Dostoevsky, for example, comes out of the weather of Russia. ആ ഒരു ഗ്ലൂമി, ഡിപ്രസിങ്, ലൈറ്റ് ഇല്ലാത്ത ലോങ് വിൻ്റർ ഈവനിങ്സ്. അത് ഫോർ ഇഗ്മ ബർഗ്മാൻ്റെ മൂവീസ് എടുത്താലും, സ്കാൻഡിനേവിയൻ മേർഡർ മിസ്റ്ററീസ് ഫോർ എക്സാമ്പിൾ, സ്കാൻഡിനേവിയൻ മേർഡർ മിസ്റ്ററീസ് ആർ ഗ്ലൂമി ആൻഡ് ഡിപ്രസിങ്. എല്ലാം ഈ വിൻ്ററും ലോ ലൈറ്റും ഒക്കെ ഉള്ളത് കാരണം അതിൻ്റെ മൂഡ് ഇസ് വെരി ഡിഫറെൻറ്റ്. വേറസ് ഇഫ് യു ലുക്ക് അറ്റ് ദ ബ്രിട്ടീഷ് മേർഡർ മിസ്റ്ററി, അഗത്ത ക്രിസ്റ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ വി ആർ നോട്ട് കൺസേൺ വിത്ത് ദ വയലൻസ്. അതിലൊരാൾ മരിച്ചു, ഒരാളെ കൊന്നു എന്നൊരു ഫീലിംഗ് ഒരിക്കലും ഉണ്ടാവില്ല. ഒരു പസിലുണ്ട്, എ ബോഡി ഹാസ് ബീൻ ഡിസ്കവേർഡ്, ഹൂ ഇസ് ദ മർഡറർ. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് മാത്രമേ മാറും. സദേൺ യൂറോപ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇറ്റാലിയൻ ലിറ്ററേച്ചറൊക്കെ വെരി സണ്ണി. അത് വെതറിൻ്റെ ഒരു ആസ്പെക്റ്റ് ക്യാരക്ടറിലും സ്റ്റോറിയിലും എല്ലാം വരും. So as you read, you get more interested in the background. Why does this kind of a literature come out of this place? The writing is always important. നമ്മൾ ടെക്സ്റ്റ് ബുക്സ് അല്ല വാങ്ങുന്നത്, ഇൻഫർമേഷൻ മാത്രമല്ല, ബട്ട് ഹൗ ദറ്റ് ഇൻഫർമേഷൻ ഇസ് ഗിവൺ ടു അസ്. ഐ ഡോണ്ട് ഹാവ് എ വീക്ക്നെസ് ഫോർ ഫസ്റ്റ് എഡിഷൻസ്, ആസ് ഇഫ് ദിസ് ഇസ് ഇനഫ്, ദിസ് കൈൻഡ് ഓഫ് മാഡ്നസ് ഇസ് ഇനഫ്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ചിലപ്പോൾ നമ്മൾ ഓരോ ബുക്സ് ഇറങ്ങുന്നതായിട്ട് വാങ്ങും. അത് കഴിഞ്ഞിട്ട് പബ്ലിഷർ ബോക്സ്ഡ് എഡിഷൻസ്, യൂണിഫോം ഒരു ബോക്സ്ഡ് എഡിഷനായിട്ട് ഇറക്കും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേലും നമ്മൾ നല്ല ബ്യൂട്ടിഫുള്ളി പാക്കേജ്, നല്ല ബ്യൂട്ടിഫുൾ കവേഴ്സൊക്കെ ആയിട്ടുള്ളൊരു പുതിയ എഡിഷൻ വന്നു എന്ന് പറഞ്ഞാൽ നാച്ചുറലി അത് പോകുമ്പം ഇറസിസ്റ്റിബിളാണ്. കടയിൽ പോയിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വാങ്ങാണ്ട് വരാൻ പറ്റൂല എന്നുള്ള അങ്ങനെ ചില ബുക്സിൻ്റെയൊക്കെ കുറേ എഡിഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ദർ ആർ ഓൾവേസ് ബുക്സ് ടു ബി ഫിനിഷ്ഡ്, ബുക്സ് ടു ബി റെഡ് എപ്പോഴും. എസ്പെഷ്യലി ഇപ്പം നൗ ദറ്റ് ഐ ക്യാൻ എഫോർഡ് ടു ബൈ എ ലോട്ട് മോർ ദാൻ ഐ ക്യാൻ റീഡ്, ബട്ട് ദർ ആർ ബുക്സ് ദറ്റ് നീഡ് ടു ബി റെഡ്. അത് ബെഡ് സൈഡിൽ ഓൾവേസ് കുറേ എണ്ണം ഉണ്ടാവും. I think books have always dominated my life. The buying of books, the reading of books, the talking about books. My house is evidence of that fact. If it had been otherwise, my house would have been very different.